Good morning. Today going to talk about quality assessment and management technique. Next വരുന്നതാണ് ക്വാളിറ്റി അസസ്മെൻറ്റും മാനേജ്മെൻറ്റ് ടെക്നിക്സുകളും. എങ്ങനെയാണ് ക്വാളിറ്റി അസസ് ചെയ്യുന്നത്? നമുക്ക് ക്വാളിറ്റി ISO ക്വാളിറ്റി വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസും ഇത്ര സ്പെസിഫൈഡ് ക്വാളിറ്റി വേണമെന്നുണ്ട്. അപ്പോൾ അത് ആ വേണം അക്വയർ ചെയ്തിട്ടുണ്ടോ, അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്ത് നോക്കാനുള്ള ടെക്നിക്സുകൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ക്വാളിറ്റി അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ടൂൾസ്, അതായത് ക്വാളിറ്റി അഷുറൻസ് ഡിസ്റ്റിങ്ഷ് ഫ്രം ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഓർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇസ് ദ സബ് പ്രോസസ് ഓഫ് പ്ലാനിങ് ഫോർ ക്വാളിറ്റി, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾസ് ഫോർ ക്വാളിറ്റി, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ഓരോ ഉപയോഗിക്കുന്ന ത്രെഡ് ഉപയോഗിക്കുന്ന ഇത്ര വെയിറ്റ് വേണം, പിന്നെ ഓരോ ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഇത്ര ഡയാമീറ്റർ സൈസ് വേണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു സ്പെസിഫിക് മെഷർമെൻ്റ് ഉണ്ട്, ഒരു അളവുണ്ട്. അപ്പോൾ അത് അക്വയർ ചെയ്തിട്ടുണ്ട്, അത് ഇതിന് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ക്വാളിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എത്ര വേണം, അതിന് ഇത്ര തിക്നെസ് വേണം, അതുപോലെ തന്നെ ഇത്ര പോയിൻ്റ് വേണം, അങ്ങനെ ഓരോന്നിനും ഇത്ര ഡയാമീറ്റർ വേണം, അങ്ങനെ ഓരോ ഐറ്റത്തിനും വേണ്ട ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ നമ്മളതിൻ്റെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഇത്ര ഡയാമീറ്റർ, ഇത്ര വട്ടമാണ് അതിനുണ്ടാവേണ്ടത്, എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും ടാപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സാധനത്തിനും ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ അത് മാറ്റുമ്പോൾ അതേ സെയിം സൈസ് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെങ്കിൽ അതന്നെ കിട്ടും നമുക്ക്. അതിൻ്റെ തന്നെ പല കമ്പനികളുടെ ആണെങ്കിൽ കൂടി അതേ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ സെറ്റിംഗ് ഒരു സ്റ്റാൻഡേർഡ്. അത് ഓരോ സാധനത്തിനും ഇപ്പോൾ ത്രെഡിനൊക്കെ ആണെങ്കിൽ നൂല് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡിനൊക്കെ ഇത്ര വെയിറ്റ് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൂചികൾ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചി, അങ്ങനെ ഓരോന്നിനും ഇത്ര തിക്നെസ് വേണം, അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി അസസ്മെൻറ്റ്. അതിനുശേഷം അത് അക്വയർ ചെയ്തിട്ടുണ്ടോ, ആ സ്റ്റാൻഡേർഡ് ഏൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. therefore quality assurance is associated with the planning, setting and communicating standards and monitoring compliance. അതായത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. Hence variation from the standard can be measured and measures then theory that standardizing identify to minimize the variance. അതിന് വ്യത്യാസം ഇല്ലാതെ ഇരിക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. It supports the theory by standardizing care there will be chance of error and therefore better opportunity for controlling patients. നമുക്ക് എറർ ഇല്ലാണ്ടിരിക്കാം, മിസ്റ്റേക്ക് ഇല്ലാണ്ട്. ഇപ്പോൾ നമ്മൾ ത്രെഡിന് ഇത്ര തിക്നെസ് അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. അപ്പോൾ അതേപോലെ തന്നെ നീഡിൽ വളരെ സൈസ് കൂടി കഴിഞ്ഞാൽ വലിയ കോളാവും. അപ്പോൾ അത് ഉണങ്ങാനായിട്ട് ഡ്രൈ ആവാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹോൾ ആണ് ഇടാൻ പറ്റുള്ളൂ. അതിന് പറ്റിയിട്ടുള്ള നീഡിൽസൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽസൊക്കെ ഒരു സിക്കിൾ അരിവാൾ പോലത്തെയുള്ള ഒരു നീഡിലൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ഷേപ്പ്, സൈസ്, അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അത് അക്വയർ ചെയ്തിട്ടുണ്ടോ, അതുണ്ടോ ഇതിന് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ക്വാളിറ്റി അസസ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. വിത്ത് എ പ്ലാൻ ഫോർ ക്വാളിറ്റി വൺ ഏബിൾ ടു അലോക്കേറ്റ് റിസോഴ്സസ് മോർ എഫിഷ്യൻ്റ്ലി വിൽ ബി ഏബിൾ ടു മോണിറ്റർ പ്രോഗ്രസ് മോർ എഫക്റ്റീവ്ലി, മോർ ഏബിൾ ടു പ്രെഡിക്റ്റ് ഔട്ട്കം ഏർലിയർ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഔട്ട്കം ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗുരൂസ് ഓഫ് ക്വാളിറ്റീസ് ഫ്രം ബോത്ത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടർ ഹാവ് ഡിവൈസ്ഡ് ടൂൾസ് ടു അസസ് ദ ക്വാളിറ്റി ടു ഹെൽത്ത് കെയർ. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ടൂളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് അളവുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. ദ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ആൻഡ് മോണിറ്ററിങ് ദ ഡിമാൻഡ് ഓഫ് സർവീസ് ആൻഡ് ഡെലിവറിങ് ഇക്വിറ്റബിൾ സർവീസ് ടു ഓൾ ടൈം. ഒരേപോലെ തന്നെ ഒരേ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് തന്നെ, ഇപ്പോൾ നമ്മൾ പെന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരേപോലെ തന്നെ, അപ്പോൾ അത് കറക്റ്റ് ആ സ്റ്റാൻഡേർഡ് സൈസും മോൾഡും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ അതേ സൈസ് തന്നെയേ വരുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വരേണ്ടത്. അതെപ്പോഴും ഉണ്ടാവും. ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഡിമാൻഡ് ടു പ്രൊഡ്യൂസ് ഹയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടു ഡെവലപ്പ് ലോയർ കസ്റ്റമർ പൂൾ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൃത്യമായിട്ട് നീതി പുലർത്താനായിട്ട് പറ്റുന്നു. അസസിങ് ദ ഔട്ട്കം ഓഫ് ഡെലിവറി ഓഫ് സർവീസസ് ആൻഡ് മോണിറ്ററിങ് കീ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ ദ
ഫോർമോസ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഓരോന്നിനും വേണ്ട ഇന്ന ക്വാളിറ്റി വേണം, ഇത്ര അളവ് വേണം, എല്ലാറ്റിനും കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട്. അതെല്ലാറ്റിനും നമ്മൾ ഫോളോ ചെയ്തിരിക്കും. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നതൊക്കെ എന്താണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്, NABH ആണ്. നീഡ് ടു മോണിറ്റേർഡ് ആൻഡ് റിപ്പോർട്ടഡ് ടു ദ. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യണത്, മാൻഡേറ്ററി ഇൻഡിക്കേറ്റേഴ്സ് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, CIUT, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സ്ട്രക്ചർ അമ്പല്ല ഓവറോൾ പ്രോസസ് ആൻഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് കേട്ടോ. ക്വാളിറ്റി റെസ്പോൺസിബിൾ ഫോർ ദ കോർഡിനേഷൻ ഓഫ് ദ ഫെസിലിറ്റേഷൻ ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഇതൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് കോസ്റ്റ് കുറവിന് ഹൈ ക്വാളിറ്റിയാണ്, ലോ കോസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റിയാണ് ഹെൽത്ത് കെയറിലെ ഒരു മോട്ടോ എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് നമ്മൾ ഒരിക്കൽ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യല്ല ചെയ്യുക, അതിലെന്ത് ചെയ്യും, ചേഞ്ച് വരുത്തും. ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടെക്നിക് ഇൻവോൾവ് കൺട്രോളിങ് ആക്ടിവിറ്റീസ് ആൻഡ് പ്ലാനിങ് എൻഷുർ ദ സർവീസ് ഓർ പ്രൊഡക്റ്റ് ഫിറ്റ് ഫോർ ദ പർപ്പസ്. ആ ഉദ്ദേശത്തിന് അത് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ അത് കൺട്രോൾ ചെയ്യും. ചിലത് ഇപ്പം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി അല്ല ഉപയോഗിക്കുന്നത്, ഒറ്റ സിംഗിൾ യൂസിനൊക്കെ ആണെങ്കിൽ അറ്റ് എ ടൈം ഒറ്റ പ്രാവശ്യമാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി മതി അതിന്. അപ്പോൾ അതിന് നല്ല ടൈറ്റായിട്ടുള്ള സാധനങ്ങളോ നല്ല പ്ലാസ്റ്റിക്കൊന്നും ഉപയോഗിക്കണമെന്നില്ല, ചെറിയ അതിൻ്റെ മീഡിയം ക്വാളിറ്റി ഉള്ളത് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു ടൈമിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത്. ക്വാളിറ്റി മാറ്റേഴ്സ് ഓഫ് ലോട്ട് ഓഫ് കസ്റ്റമർ ആൻഡ് കമ്പനി ബോത്ത് ബിക്കോസ് കസ്റ്റമർ വാണ്ട്സ് ക്വാളിറ്റി ബിക്കോസ് ഹി ഈസ് സ്പെൻഡിങ് മണി, ഹി വാണ്ട്സ് ടു ഗുഡ് പ്രൊഡക്റ്റ് വിച്ച് ഈസ് വാല്യൂ ഫോർ മണി. അതായത് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഒരു മീഡിയം ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുക. അത് നമുക്ക് അത് അത്രയധികം എമൗണ്ട് അവരിൽ നിന്ന് ഈടാക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എക്സ്റേ ഫിലിം അതിനൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റിയിൽ അത് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് സ്പ്രെഡായി പോകും, അത് കളർ പോകും, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതിനൊരു മീഡിയം ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റിയിൽ അത് കൊടുക്കണമെങ്കിൽ അതിന് ഇത്ര റേറ്റ്, ആ റേറ്റിന് അതിലും കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യാത്തത് നമുക്ക് ആൾക്കാരിൽ നിന്ന് വാങ്ങുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സ്റേ നമുക്ക് പലപ്പോഴും എടുക്കേണ്ടി വരുന്ന ഒരു സാധനമാണ്. അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിന് ഒരു മിനിമം റേറ്റ് ഉണ്ട്, അതിൽ കൂടുതൽ അവരിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ അറ്റ് എ ടൈം അത് ലോങ് പീരീഡിലേക്കൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന തരത്തിൽ എടുത്തു വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ളതും വേണം, ക്വാളിറ്റി വേണം, പക്ഷേ ഒരുപാട് റേറ്റ് ആവാനും പാടില്ല. അങ്ങനെ ലോ കോസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഓർ ഇഷ്യൂ, എന്താണ് അതിൽ വരുന്ന പ്രശ്നം. നെക്സ്റ്റ് സെറ്റ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്, അതിനുള്ള ഇന്ന മാനദണ്ഡങ്ങൾ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. ഒബ്സർവ് പ്രാക്ടീസ് ആൻഡ് ഡാറ്റ കളക്ട്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കുകൾ കണ്ടെത്താം. കമ്പയർ ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. ഇംപ്ലിമെൻറ്റിങ് ചേഞ്ച്, നമ്മൾ ചേഞ്ച് കൊണ്ടുവരിക. ഇതാണ് മെയിനായിട്ട് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.